നന്ദനയും ഹരിപ്രസാദും അടുത്ത കൂട്ടുകാരായിരുന്നുവെന്ന് സുപ്രിയ. നന്ദനയെ പറ്റിയുള്ള വിവരങ്ങൾ സുപ്രിയ അറിഞ്ഞതിൽ രവികുമാറിനും ജലജയ്ക്കും ഭയം. നന്ദനയെ പറ്റിയുള്ള വിവരങ്ങൾ ഹരിയോടിപ്പോൾ പറയേണ്ടെന്ന് ജലജ സുപ്രിയയോട്. പരസ്പര വിശ്വാസമാണ് ദാമ്പത്യത്തിന്റെ അടിസ്ഥാനമെന്ന് സുപ്രിയ. മനീഷിന്റെ താളത്തിനൊത്ത് തുള്ളാതെ മനീഷിന്റെ സ്വഭാവം നന്നാക്കിയെടുക്കണമെന്ന് സുമിത്ര ലൈലയോട് പറയുന്നു. പുതിയ ബിസിനസ് തുടങ്ങാൻ ആധാരം പണയം വെക്കാൻ ചോദിക്കുന്ന മനീഷ്. കിടപ്പാടം കൂടി നശിപ്പിച്ച് പെരുവഴിയിലേക്കില്ലെന്ന് സുമിത്ര. അനില പനക്കൽ വീട്ടിലെത്തുന്നു. ഇനി തുടർന്ന് കാണുക. കാര്യം എന്താന്ന് വെച്ചാ പറയാനില്ലേ? രാജേഷും കുഞ്ഞു എവിടെ? കൈനകരിയിലുണ്ട്. നീ എന്താ മോനെ കൊണ്ടുവരാതെ വന്നത്? അവനെ എന്റെ കൂടെ വിട്ടില്ല. അതെന്താ? നിന്റെ കുഞ്ഞല്ലേ? മോനെ നിന്റെ കൂടെ അയക്കാതിരിക്കാൻ ആർക്കാ അവകാശം? എന്ത് ന്യായ അത്? അമ്മ ഇത് എന്നോടാണ് ചോദിക്കുന്നത്? ഇത്രയും നാൾ ഈ അന്വേഷണം എവിടെയായിരുന്നു? എത്ര നാളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടെന്ന് അമ്മയ്ക്കറിയാമോ? ഞാൻ പറഞ്ഞിട്ടാണോ നീ പോയത്? ഓ, അതിന് പകരം വീട്ടുമായിരുന്നോ? അനിലേ, നീ വന്ന് കയറിയ പാടെ വഴക്കിന് നിൽക്കാതെ എന്താ ഉണ്ടായെന്ന് പറ. രാജേഷിന്റെ വീട്ടിൽ വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നാണോ നീ? പ്രശ്നം അവിടെ പുതുമയല്ല. അങ്ങനെയല്ലല്ലോ രാജേഷിന്റെ അച്ഛൻ പറഞ്ഞത്. നിന്നെ മോനെ രാജേഷ് പൊന്നുപോലെ നോക്കുന്നില്ലേ? പൊന്നുപോലെ. ചെമ്പിന്റെ വില പോലും എനിക്കിപ്പോ ആ വീട്ടിലില്ല. നിന്റെ മോന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ആഹാരം, കുഞ്ഞിന് ആവശ്യത്തിന് ഡ്രസ്സ്, 28 കെട്ടിന് 4-5 പവന്റെ അരഞ്ഞാണോ വളയും, ചോറൂണ് ചോറ്റാനിക്കര അമ്പലത്തിൽ വെച്ച് എല്ലാം ഗംഭീരമായിട്ട് നടത്തിയെന്നും നിനക്കവിടെ പരമസുഖമാണെന്നാണല്ലോ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത്. അതില് മുക്കാലും നുണയാ. ആദ്യമൊക്കെ സ്നേഹമായിരുന്നു. കുഞ്ഞുണ്ടായപ്പോ സ്നേഹം കൂടി. ആൺകുട്ടിയാണല്ലോ. പിന്നെ പിന്നെ മട്ടുമാറി. അതിന് കാരണം എന്താ? നീ എന്തെങ്കിലും അധികപ്പെട്ടായിട്ട് കാണിച്ചോടെ? അതൊന്നും എന്റെ മേൽ പഴി ചാരണ്ട. ഇവിടെ നിന്നും കിട്ടുന്നില്ലെന്ന് കണ്ടപ്പോഴാ സ്വഭാവത്തിൽ മാറ്റം വന്നു തുടങ്ങിയത്. ആരുടെ സ്വഭാവം മാറിയത്? അതറിഞ്ഞിട്ട് അമ്മയ്ക്ക് കേസ് കൊടുക്കാനാണോ? രാജേഷേട്ടന്റെ വീട്ടുകാരെ ഞാൻ കുറ്റം പറയില്ല. എന്റെ വീട്ടുകാര് സാമാന്യ മര്യാദ കാണിച്ചിട്ടില്ല. എന്നെയും കുഞ്ഞിനെയും എന്നും തീറ്റിപ്പോറ്റാനുള്ള ബാധ്യത രാജേഷേട്ടന്റെ അച്ഛനില്ല. രാജേഷിനുണ്ടാവുമല്ലോ, അവൻ നിന്റെ ഭർത്താവല്ലേ? അമ്മ എന്താ കണ്ണടച്ചിരുട്ടാക്കണോ? പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് മരുന്നിനും മറ്റുമായി നല്ലൊരു തുക ചെലവാക്കിയത് രാജേഷേട്ടനാ. പ്രസവത്തിന് എത്ര രൂപ ആയെന്നെങ്കിലും അമ്മയ്ക്കറിയാമോ? മുഴുവൻ പണം എടുത്തത് അവരാ. കുഞ്ഞിനെ കാണാൻ ഇവിടെ നിന്ന് ആരും വന്നില്ല. 1 ഗ്രാം സ്വർണം അതിന് കൊണ്ടുവന്ന് കൊടുത്തുമില്ല. പ്രസവത്തിന്റെ വിവരം നീ എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞോ? കുഞ്ഞ് ആണോ പെണ്ണോ എന്തെങ്കിലും ഒന്ന് വിളിച്ചറിയിച്ചോ? അതുകൊണ്ട് അമ്മ ഒരു വിവരം അറിഞ്ഞില്ല. അപ്പൊ അതല്ല, തിരിഞ്ഞു നോക്കാതിരുന്ന ഒന്നും അറിയണ്ടല്ലോ. ഒരു ബാധ്യത ഏറ്റെടുക്കണ്ട. 5 പൈസയുടെ ചെലവുമില്ല. എല്ലാം കൊണ്ട് സൗകര്യം. പക്ഷേ അതിന്റെ ഫലം അനുഭവിച്ചത് ഞാനാ. ഇപ്പൊ ഇങ്ങോട്ട് പോരേണ്ടി വന്നതും അതുകൊണ്ടൊക്കെയാ. ഈ വീട്ടിൽ ആർക്കെന്തുണ്ടായാലും അതിന്റെ ഉത്തരവാദിത്തം എനിക്കാണ്. പണ്ടേ അതങ്ങനെയാ. നന്ദനിക്ക് ദേഷ്യം മുഴുവൻ എന്നോടായിരുന്നു. മനീഷ് തല തിരിഞ്ഞത് ഞാൻ കാരണം. നീ കണ്ണി കണ്ട ആശാരി ചെറുക്കന്റെ പിറകെ പോയതും പഴി എനിക്കാണ്. വരുന്നവർക്കും പോകുന്നവർക്കും കൊട്ടാനുള്ള ചെണ്ടയാണ് പണ്ടേ സുമിത്ര. അതിനവസരം ഉണ്ടാക്കുന്നത് മറ്റാരുമല്ല, അമ്മ തന്നെയാ. അതേടി, എല്ലാം എന്റെ തെറ്റാ. മനീഷേട്ടന്റെ പെണ്ണല്ലേ അപ്പുറത്ത് നിന്നത്? അവരുടെ വീട്ടിൽ നിന്ന് സഹായം ഉണ്ടാവുമല്ലോ. അതോ അവരുടെ വീട്ടുകാർ അമ്മയെ പോലെയാണോ? അല്ല, ഭയങ്കര സഹായ. ഇന്നലെ ഒരു 25 ലക്ഷം രൂപ കൊണ്ടുവന്ന് വെച്ചിട്ട് പോയതേ ഉള്ളൂ. മഷി ഉണങ്ങാത്ത നോട്ടാ. പടിഞ്ഞാറേ മറ്റത്തെ ഉണക്കാനിട്ടിട്ടുണ്ട്. അതുണങ്ങുമ്പോ അമ്മ തന്നെ എടുത്ത് സൂക്ഷിച്ചു വെച്ചോ. പിന്നല്ലാതെ പ്രശ്നം എന്തായാലും കുഞ്ഞിനെ കൊണ്ടുവരാതിരുന്നത് ഒട്ടും ശരിയായില്ല. 7 മാസം പ്രായമല്ലേ ആയുള്ളൂ മോന്. അവനും എന്റെ കൂടെ ഉണ്ടെങ്കിൽ അവര് പിന്നെ ഒന്നും അന്വേഷിക്കില്ല. ഇതിപ്പോ മോൻ കരഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുമ്പോ രാജേഷേട്ടൻ വരും എന്നെ വിളിക്കാൻ. വന്നാ കൊള്ളാം. വരും. നന്ദേച്ചി വരാറുണ്ടോ? കുറെ നാളായി. അമ്മ അവിടം വരെ ഒന്ന് പോണം. എന്റെ കാര്യം അറിയിക്കേ. നന്ദേച്ചി കാര്യമായി ഒന്ന് സഹായിക്കട്ടെ. സഹായം ചോദിച്ച് നന്ദനയുടെ അടുത്ത് പോവാനോ? എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നാ ഞാൻ പോവാം.
എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അത് വേണ്ട. അതെന്താ? ഞാൻ ചെല്ലുന്നത് നന്ദച്ചിക്ക് കുറച്ചിലാവോ? എന്തായാലും നീ പോവണ്ട. അതല്ലെങ്കിലും അങ്ങനെ വരൂ. അമ്മയ്ക്കിപ്പോ ഞങ്ങളെക്കാളും വലുത് നന്ദനെയാണല്ലോ. കോവിലകത്തെ തമ്പ്രാട്ടിയല്ലേ. അനിലേ, മനീഷേ, എടാ മനീഷേ, എടാ എന്താ ഇവിടെ കിടന്നുറങ്ങുന്നത്? ഞാൻ ഓരോ പ്ലാനിങ്ങിലായിരുന്നു. അല്ല, എവിടെ പോയി? ഞാൻ കുടുംബശ്രീയുടെ മീറ്റിങ്ങിന് പോയിട്ട് വന്നതാ. ഒറ്റയ്ക്കായിരുന്നു മീറ്റിംഗ്? ഞാൻ ശകലം നേരത്തെ ഇറങ്ങി. മാർജിൻ ഫ്രീ കടയിൽ കയറണം. കഴിഞ്ഞ തവണ പനിക്ക് വന്നപ്പോ നിന്നെ അവിടെ കണ്ടില്ലല്ലോ. ഓ, പല പല തിരക്കുകൾ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? ഞാനും ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഞാനില്ലാത്തപ്പോ എൻ്റെ സ്വന്തം വീട്ടിൽ വന്നിട്ടേ ലൈലയെ തല്ലിയത് മര്യാദകളായി പോയി. അവള് നിങ്ങളുടെ മോളായിരിക്കും, അതൊക്കെ പണ്ട്. ഇപ്പോഴേ എൻ്റെ ഭാര്യ. ഓ, ഒട്ടും ശരിയായില്ല അവൾ അടിച്ചത്. അപ്പൊ ഭാര്യയുടെ കാര്യത്തിൽ നിനക്ക് ഉത്തരവാദിത്വം ഉണ്ട്. അതേ ഉണ്ട്. ഞാൻ അന്ന് മനീഷിനെ കാണാനാ വന്നത്. വലിയ തട്ടിപ്പല്ലേ നീ നടത്തിയത്. ഒരു കേസ് അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ, ഉടനെ അടുത്തത്. ഇമിറ്റേഷനും കൊണ്ട് പണയം വെക്കാൻ ചെന്നിരിക്കുന്നു. നിനക്കായിരുന്നു അടി തരേണ്ടത്. അത് മര്യാദയല്ലാത്തത് കൊണ്ട് ലൈലയ്ക്ക് കൊടുത്തു. പിന്നെ വലിയ മിടുക്കായി പോയി. ആണുങ്ങൾക്ക് മിടുക്കില്ലെങ്കിലേ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ചിലപ്പോ തല്ല് കിട്ടിയെന്നിരിക്കും. എന്റെ അടുത്ത് വലിയ ആളാവാൻ വരല്ലേ? അയ്യോ, ഞാൻ ചെറിയ ആള് തന്നെയാ. കുടുംബ പാരമ്പര്യവും കുറവാ. ഭർത്താവും ഓട്ടോറിക്ഷക്കാരനാ. പക്ഷെ വലിയ വീട്ടിലെ ചിലരെ പോലെ പോലീസുകാരെ കാണുമ്പോ ഓടി രക്ഷപ്പെടേണ്ട ഗതികേട് എനിക്കുമില്ല, എന്റെ ചേട്ടനും ഇല്ല. നിങ്ങളുടെ മോളെന്റെ പിന്നാലെ കൂടി അന്ന് തുടങ്ങിയതാ എന്റെ ഗതി. എങ്ങനെ? ലൈല മനീഷിന്റെ പിന്നാലെ കൂടിയെന്നോ? അല്ലാതെ അവളുടെ പുറകെ ഇയാള് കൂടിയതല്ല. ഓ, പിന്നെ പുറകെ നടക്കാൻ പറ്റിയ ഒരു സാധനം. ഒരബദ്ധം പറ്റിപ്പോ. ഉള്ളതാ പറഞ്ഞത്. അബദ്ധം തന്നെയാ. പക്ഷെ അത് ഞങ്ങൾ കാണുന്നു മാത്രം. മനീഷ് ഇനി എന്നാ ഒന്ന് നന്നാവുന്നേ? വിഷു നല്ലൊരു ദിവസമായിരുന്നു. ഈസ്റ്ററും കഴിഞ്ഞു. ഇനി മെയ് 1 മനുഷ്യർക്ക് നന്നാവാൻ പറ്റിയ ദിവസമാണ് മെയ് ദിനം. തമാശ പറഞ്ഞതല്ലേ? എനിക്ക് പക്ഷെ ചിരി വരുന്നില്ല. ലൈലയുടെ അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടേ? എന്റെ മോൾക്ക് അന്തസ്സുള്ളൊരു ജീവിതം വേണം. അത് കൊടുക്കാൻ പറ്റുമോ നിനക്ക്? ഞങ്ങളുടെ വീട്ടിൽ അവക്കിപ്പോ എന്താ കുറവ്? ആഹാരമില്ലേ, വസ്ത്രമില്ലേ, കാണാൻ നല്ല മുട്ടൻ TV ഇല്ലേ? മനീഷ് എത്ര നാളായി അവൾക്ക് വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഹോട്ടലിൽ നിന്നൊന്ന് വാങ്ങിച്ചു കൊടുത്തിട്ട്? കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയായി. നല്ലൊരു ജോഡി ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? കഴിഞ്ഞ ഓണത്തിന് ഞാനാ നിങ്ങൾക്ക് രണ്ടുപേർക്കും തുണി വാങ്ങിച്ചു തന്നത്. എന്നാലേ അടുത്ത ഓണത്തിന് എടുത്തു തരണ്ട. പ്രശ്നം തീർന്നല്ലോ. ദേ, വിടുവാ പറയാതെ ആണുങ്ങളെ പോലെ ജീവിക്കാൻ നോക്ക്. അതിനുള്ള ചില പ്ലാനിങ്ങിലാണ് ഞാൻ. എല്ലാവരും ഒന്ന് ഞെട്ടിക്കുന്നുണ്ട്. സത്യ പറഞ്ഞത്. എങ്കിൽ ഞാൻ പനക്കലോട്ടൊന്ന് വരുന്നുണ്ട്. ചില കാര്യങ്ങൾ തീരുമാനമെടുക്കാനുണ്ട്. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. കാശ് വല്ലതും തരാനാണെങ്കിൽ ഇങ്ങോട്ട് തന്നാ മതി. വീട്ടിൽ വന്ന് വലിയ ചടങ്ങൊന്നും വേണ്ട. എന്താ, പൈസ തരാനാണോ? ഏത് പൈസ? ശ്രീധനം. എന്തേ? ദേ, ഞാൻ വല്ലതും പറഞ്ഞ കൂടിപ്പോവും. പനിക്കല് വന്ന് സുമിത്രേശ്വരയും ലൈലയുടെ മുമ്പിൽ വെച്ച് എനിക്ക് സംസാരിക്കണം. മനുഷ്യയോടെ കാണണം. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂട് മനീഷേട്ടാ, അമ്മ എന്താ ഉദ്ദേശിക്കുന്നേന്ന്. ഒന്നും നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഇല്ല. ഒന്നും ഇല്ല മനീഷേട്ടാ, അമ്മ വല്ലപ്പോഴും ഇങ്ങോട്ട് വരാറുള്ളതല്ലേ. ഇത് അതുപോലൊന്നും അല്ലടി. എന്തോ തീരുമാനിക്കാനുണ്ട് പോലും. ഇനി വല്ല തുകയും തരാനായിരിക്കും ഓടി. നിന്റെ അച്ഛനും അമ്മയും ചേർന്ന് എന്നെ ഞെട്ടിക്കോ? എന്ത് പറഞ്ഞാലും ഒരു ഞെട്ടിക്കല്. വല്ലതും ചെയ്യാനാണെങ്കിലേ നേരത്തെ വേണോന്ന് പറ.
ഞാൻ ജോലി കിട്ടി അക്കരയ്ക്ക് പോയാലേ പിന്നെ എപ്പോഴാ വരിക എന്ന് പറയാൻ പറ്റില്ല. നീ എന്താടി ഒന്നും ഉണ്ടായിരിക്കുന്നത്? എന്റെ ജോലിക്കാര്യം പറഞ്ഞിട്ട് ഒരാനക്കോ ഇല്ലല്ലോ. ആദ്യം ജോലി കിട്ടട്ടെ. അനിലേച്ചിയെ കണ്ടില്ലേ? ഓ, ഇവിടുത്തെ അമ്മയുടെ അതേ സ്വഭാവമാണെന്ന് തോന്നുന്നു. മുഖച്ചായ ഏതാണ്ട് അതേപോലെയൊക്കെ തന്നെയാ. പണ്ടേ അവള് വലിയ സാമർത്ഥ്യകാരിയാ. നിങ്ങൾ സഹോദരങ്ങൾ തമ്മിലേ ഇങ്ങനെ ഒരു ഐക്യമില്ലാത്തത് കഷ്ടാ. നന്ദേച്ചി വന്നപ്പോഴേ എനിക്കത് തോന്നിയായിരുന്നു. പിന്നെ ഇനിയിപ്പോ ഐക്യമുന്നണി ഉണ്ടാക്കേണ്ട ഒരേ ഒരു കുഴപ്പം കൂടിയേ ഉള്ളൂ. എടി അനിൽ എന്താ പറയണേ? ഭർത്താവിന്റെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതല്ലേ കൊച്ചിനെയും കൊണ്ട് വരാതിരുന്നത്. ഓ, അതെന്തായാലും ഭാഗ്യം. ചെവിതല കേട്ടിരിക്കാലോ. മനീഷേട്ടന് കുഞ്ഞുങ്ങൾ ഇഷ്ടമല്ലേ? ഓ പിന്നെ കുഞ്ഞുങ്ങള്. അപ്പൊ നമുക്കൊരു മോനോ മോളോ ഉണ്ടായാലോ? നമുക്കിപ്പോ എന്തിനാടി ഈ മോനും മോളും? ഡീലയില്ലേ, നീ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് എന്നെ ഞെട്ടിക്കല്ലേ. അങ്ങനെ വല്ല ദുരുദ്ദേശം ഉണ്ടോടി നിനക്ക്? എന്നായാലും കുട്ടികളൊക്കെ വേണ്ടേ? ഡീ, അതിനിപ്പോഴേ ആ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കണോ? ആദ്യം ഒന്ന് ഇരിക്കട്ടെ. ഓ, എന്നിട്ട് കാലം നീട്ടാ. ഇനി എന്നോ ഒന്നിരിക്കുന്നത്? 2017 ജൂൺ 9 ഇരിക്കാം. വേറെ പണി നോക്കടി പൊടി. അനിലേച്ചി വന്നത് അമ്മയ്ക്ക് വിഷമായി. എന്തു പറയാനാ ചേച്ചിയോട്? നമ്മുടെ ഭാഗത്ത് ഉപേക്ഷയുണ്ട്. എടി, അമ്മയുടെ അഹങ്കാരത്തിനെ മുഖത്തേറ്റ കനത്ത അടിയാണ് അനിലയുടെ ഈ വരവ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അമ്മ എനിക്കടി തരും. എന്താ അനിലെ അടിക്കാത്തത്? വിവരം അറിയും. തന്നിഷ്ടത്തിന് പോയിട്ട് തന്നിഷ്ടത്തിന് കയറി വന്നിരിക്കുവോ? അങ്ങനെയൊന്നും പറയാതെ മനീഷേട്ടാ. ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് നിൽക്കേണ്ടത്. ഡേഡി, എനിക്ക് പ്രയാസങ്ങൾ ഉണ്ടായപ്പോഴേ ഒരുമിച്ച് നിൽക്കാൻ ആരെയും കണ്ടില്ല. അപ്പൊ അങ്ങോട്ടും അങ്ങനെയൊക്കെ മതി. മനീഷേട്ടൻ അവരുടെ ഒരേ ഒരു ആങ്ങളയല്ലേ? അതെന്താ ഓർക്കാത്തത്? ഡൈലേ, നീ ആരുടെ സൈഡാ അത് പറ. ആ, അതൊക്കെ പോട്ടെ. എടി, അനിലയുടെ കയ്യിൽ ആഭരണങ്ങളും കാശും ഒക്കെ ഉണ്ടാ? നല്ല 2 കമ്മലുണ്ട്. ചെറുതാണെങ്കിലും മാല കൊള്ളാം. പിന്നെ 2 വള. പിന്നൊന്നും കൊണ്ടുവന്നിട്ടില്ലേ? കാണുമായിരിക്കും. ഓ, എടി, അതൊക്കെ ചോദിച്ചറിയണം. ദേ, നാത്തൂനാന്നും പറഞ്ഞ് ഇങ്ങനെ നിന്നാ പോരാ. എന്തിനാ ഏട്ടാ? ചുമ്മാ അറിഞ്ഞിരിക്കല്ലോ. ചുമ്മാതടി. ഓക്കോ. കമ്മൽ. എന്നാലും അനിലമോളെ, ഇത് വല്ലാത്തൊരു ഇറങ്ങിപ്പോക്കായിപ്പോയി. ഞങ്ങളോട് മോളിത് ചെയ്തല്ലോ. താണ്ടേ, രാജേഷ് ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഞാനും ഉറങ്ങിയില്ല. സുലോചനെ ആണെങ്കിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിച്ചു. എന്തിനേറെ വീട്ടിലൊരാള് പോലും ഉറങ്ങിയില്ല. ആ, ഉറങ്ങാൻ പട്ടി സമ്മതിച്ചില്ല സുമിത്രേ. കൂട്ടിക്കിടന്ന് കൊരയോടെ കൊര. അയൽക്കാരുടെ ചീത്ത വിളി ഫ്രീ. അല്ല, അനില പോന്നത് പിന്നെ പട്ടിയുടെ കൊരയായിരുന്നു. ഹോ, ഭയങ്കരം തന്നെ കേട്ടോ. അതെ, നിങ്ങളുടെ വളർത്തുപട്ടിക്ക് പോലും അനിലയോട് അത്ര സ്നേഹ? ഉയ്യോ, സ്നേഹം കൊണ്ടൊന്നും അല്ല. പട്ടിക്കൂട് പൂട്ടിയേ അതിന്റെ താക്കോലും കൊണ്ടാ മോളി വീട്ടിലോട്ടിങ്ങി പോന്നത്. ആ പാവം ജന്തു ആ കൂട്ടിനകത്ത് അകപ്പെട്ടു പോയില്ലയോ? മലമൂത്ര വിസർജനത്തിന് പോകാനുള്ള വെപ്രാളം കൊണ്ടാ അതാ കൂട്ടിക്കിടന്ന് കരഞ്ഞത്. ആ ഒച്ചപ്പാട് കാരണം സകലരുടെ ഉറക്കം പോയി. പിന്നെ താണ്ടേ, ദോഷം പറയരുത് കേട്ടോ. കൂട്ടിനകത്തത് 1ഉം 2ഉം സാധിക്കത്തില്ല. ഇങ്ങോട്ട് നോക്കിയേ, പട്ടാള ചിട്ടയിലാ ഞാൻ അതിനെ വളർത്തിയത്. അത്ര ശല്യായിരുന്നെങ്കിലേ പൂട്ട് തല്ലി പൊളിക്കായിരുന്നല്ലോ. അത് ശരി, 550 രൂപ കൊടുത്ത വിശിഷ്ടമായ താക്കോല അത്. അത് തല്ലിപ്പൊളിച്ചാലേ അതിന്റെ കാശ് സുമിത്ര തരുവോ? അല്ല, തരുവോ? ആ, എന്റെ പൊന്നു മോളെ, നീ എവിടെ ആ താക്കോല് കൊണ്ടുപോയി നിക്ഷേപിച്ചത്? അതിങ്ങെടുത്ത് തന്നാ എനിക്കങ്ങ് പോകാമായിരുന്നു. ഞാനത് പൂട്ടി താക്കോലും കൊണ്ടല്ല വന്നത്. അതാ കൂടിന്റെ മോളിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഷോ, എന്റെ പൊന്നുമോളെ, നിനക്കതൊന്ന് വിളിച്ചു പറഞ്ഞാ പോരായിരുന്നു? മനഃപൂർവ്വമല്ല, മറന്നുപോയി. ഷോ, ആ പട്ടി പോലും പറഞ്ഞില്ലല്ലോ താക്കോൽ അതിന്റെ വേളിലിരിപ്പുണ്ടെന്ന്. ഈ വൈകിയ വേളയിൽ ഞാൻ ഇത്രയും ദൂരം വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ഞാൻ മറന്നുപോയതാണ്. ആ, കേട്ടോ സുമിത്രേ, സുമിത്രയുടെ അതേ സ്വഭാവം അനിലമോക്കും. മറവി. ഉത്തരവാദിത്തങ്ങളും കടമകളും മറന്നു പോകുന്ന ഒരു പ്രത്യേകതരം മറവി രോഗം.
എനിക്ക് മറവി രോഗമില്ല. ആ അതാ സുമിത്രയെ രസം. തനിക്ക് മറവിയുണ്ടെന്നേ ഈ രോഗി അറിയത്തില്ല. കാണുന്നവർക്കേ അത് മനസ്സിലാകൂ. ഇവളുടെ സ്ത്രീധനത്തിന്റെ കാര്യമാണ് നിങ്ങൾ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഓർമ്മയുണ്ട്. നല്ല കാര്യം. നാണമില്ലേ നിങ്ങൾക്ക് ഇവളെ ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ? സുമിത്രയ്ക്ക് നാണം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നാണം ഉണ്ടാവുമായിരുന്നു. സുമിത്രേ, ഈ നാണമെന്ന് പറയുന്നത് വൺ സൈഡ് അല്ല. 1.5 കൊല്ലം സുമിത്രയുടെ മോള് എന്റെ വീട്ടിൽ അടിപൊളിയായി ജീവിച്ചു. നിങ്ങളത് ഓർത്തോ? എങ്ങനെ മോളവിടെ കഴിയുന്നു എന്ന് ചിന്തിച്ചോ? അതാ ചോദ്യം. ഇവൾക്ക് അവിടെ പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് കൊടുക്കുകയാണെന്ന് നിങ്ങൾ പൊങ്ങച്ചം പറഞ്ഞു. മോന് പാൽക്കഞ്ഞിയാണ് അത്ര കൊടുക്കുന്നത്. മുഴുവനും നുണയായിരുന്നില്ലേ? അയ്യോ, കംപ്ലീറ്റ് നുണയായിരുന്നില്ല സുമിത്രേ. സ്വർണം കൊണ്ട് പുളിശ്ശേരി വെക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അത് ചെയ്തില്ല. പിന്നെ പാൽക്കഞ്ഞി, പൊടിയരിക്കഞ്ഞിയെങ്കിലും ലക്ഷ്മണൻ മോന് കൊടുത്തോ? അതെങ്ങനെ ഉണ്ടായി? ദാണ്ടേ, പൊടിയരി അന്തരീക്ഷത്തിൽ നിന്ന് പിടിച്ചോണ്ട് വരുന്നതല്ല, കാശ് കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാ. ആരുടെ കാശ്? രാജേഷിന്റെ കാശ്. അല്ല മോളെ, ഇങ്ങോട്ട് നോക്കിയേ. മോക്ക് ഞങ്ങളുടെ വീട്ടിൽ ഒരു നേരമെങ്കിലും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ടോ? ധൈര്യമായിട്ട് പറ മോളെ. ഇല്ല. ഉണ്ണാൻ മാത്രമല്ല, ഉടുക്കാനും തേക്കാനും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഇല്ല. സുമിത്ര കേട്ടല്ലോ. ഉണ്ണാനും ഉടുക്കാനും മാത്രമല്ല ഒരു പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കുന്നത്. അല്ല, അതെനിക്കറിയാം, രാജേഷിനും അറിയാം. അവനത് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാ അനിലമോള് ഗർഭിണിയായത്. ഗർഭിണിയായതുകൊണ്ടാ അവള് പ്രസവിച്ചത്. എന്താ ഡൗട്ടുണ്ടോ? ഒരു പെണ്ണിനെ ഭാര്യയായിട്ട് സ്വീകരിക്കുമ്പോ അവളെ സംരക്ഷിക്കാനുള്ള ബാധ്യത ആണിനുണ്ട്. അല്ലാതെ സ്ത്രീധനവും ചോദിച്ചോണ്ട് അച്ഛനെ ആഴ്ചതോറും പറഞ്ഞയക്കുന്നതല്ല മര്യാദ. ശോ, ഈ സ്ത്രീധനം എന്നുള്ള വാക്ക് വിടുസുമിത്രേ. അതൊരു കുരുക്ക. ഏതോ ഒരു പുരുഷ വിരോധി ഉണ്ടാക്കിയ ഒരു കെണി. ചോദിച്ചില്ലെങ്കിലും മോക്കെന്തെങ്കിലും മനസ്സറിഞ്ഞു കൊടുക്കണ്ടായോ? അത് മര്യാദയുടെ ഭാഗമാ. മോൻ കെട്ടുമ്പോ ഇങ്ങോട്ട് വേണം, മോളെ കെട്ടിക്കുമ്പോ അങ്ങോട്ടില്ല. ഇതെന്തൊരു ന്യായവാ സുമിത്രേ? എന്റെ മോനെ സ്ത്രീധനം വാങ്ങിയിട്ടില്ല. എന്റെ പൊന്നെ, ചിരിക്കാനും വയ്യ, ചിരിക്കാതിരിക്കാനും വയ്യ. അനിലമോൾ ഇത് കേട്ടോ? അങ്ങനെ സ്ത്രീധനം വാങ്ങിച്ചിട്ടില്ലെന്ന്. ഷോ, എന്റെ സുമിത്ര, അതിന് മനീഷിനുള്ള യോഗ്യത എന്തുവാ? ജോലിയുണ്ടോ? കൂലിയുണ്ടോ? വേലയുണ്ടോ? വേലയില്ലെങ്കിൽ എന്താ, ഇഷ്ടം പോലെ വേലത്തരങ്ങൾ കയ്യിലുണ്ട്. ഇവിടെയുള്ളവരെ കൊച്ചാക്കാൻ വന്നതാണോ ഇപ്പൊ? ചേട്ടന്റെ അച്ഛൻ പറഞ്ഞതിൽ എന്താ തെറ്റമ്മേ? അത് ശരിയല്ലേ? അതാ പോയിന്റ്. സുമിത്ര കേട്ടല്ലോ. കൂടപ്പറപ്പിനെ ഒറ്റ കൊടുക്കുന്നത് വലിയ മിടുക്കൊന്നുമല്ല. ഞാൻ മണ്ടിയാ, അതാണല്ലോ ഇങ്ങനെ അനുഭവിക്കുന്നത്. കുഞ്ഞിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. എന്റെ മോനെവിടെ? ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ, ആ സ്ഥിതിക്ക് പറയാം. വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നു ലക്ഷ്മണൻ മോൻ. അവനിങ്ങ കൊണ്ടുവന്ന് തരണം. ഇല്ലെങ്കിലോ? ഇവളുടെ കുട്ടിയെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും പറഞ്ഞ് ഞങ്ങൾ കേസ് കൊടുക്കും. അത് നല്ല കാര്യമാണ്. കുഞ്ഞിനെ ഉപേക്ഷിച്ച് അനില സ്ഥലം വിട്ടെന്നും പറഞ്ഞ് ഞങ്ങൾ ഒരു അന്യായം ഫയൽ ചെയ്യും, ശേഷം കോടതിയിൽ. അനില വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന കുഞ്ഞ് കരഞ്ഞ് പ്രശ്നമുണ്ടാക്കുമെന്ന് അനില വിചാരിച്ചു. അപ്പൊ രാജേഷ് വന്ന് തിരിച്ചു വിളിക്കുമെന്ന് അനില പ്രതീക്ഷിച്ചു. ആ പദ്ധതി പൊളിയുവാന്നല്ലോ അനില മോളെ. ലക്ഷ്മണൻ മോന് ഒരു പ്രശ്നവും ഇല്ല. കരച്ചിലില്ല, ബഹളമില്ല, അമ്മ എവിടാന്നൊരു നോട്ടം പോലുമില്ല. കേട്ടോ സുമിത്രേ, അവനെല്ലാം അമ്മുമ്മ മതി. സുലോചനെ കുഞ്ഞാണെങ്കിലും ലക്ഷ്മണൻ മോന് കാര്യങ്ങൾ മനസ്സിലാവും. അവന്റെ അച്ഛൻ രാജേഷ. ആ രാജേഷിന്റെ അച്ഛൻ ഞാനാ, തങ്കപ്പനാശാരി. തുണി തേക്കാൻ പോണോ ചേച്ചി? അല്ല, വൈകിട്ട് മനീഷയുടെ ഷർട്ട് തേക്കുന്നുണ്ട്. ചേച്ചിക്ക് തുണി തേക്കാനുണ്ടെങ്കിൽ
മാറ്റി വെച്ചിരുന്നാ മതി, ഞാൻ തേച്ചുതരാം. കൈനഗരി നല്ല രസമുള്ള സ്ഥലമായിരിക്കും അല്ലേ? ഞാൻ ഇതുവരെ കുട്ടനാട്ടിൽ പോയിട്ടില്ല. അവിടെ ഏത് ഭാഗത്താട്ടാ വീട്? ആ സ്ഥലം അറിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അമ്മയുടെ മിക്കവാറും ചേച്ചിയുടെ കാര്യം പറയുമായിരുന്നു. നല്ലതായിരിക്കില്ല പറയുന്നത്. അങ്ങനെയൊന്നുമല്ല, വേണ്ടതുപോലെ സഹായിക്കാൻ പറ്റാത്തതിൽ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. വിഷമം കൊണ്ട് എന്ത് കാര്യം? സഹായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അമ്മയ്ക്കത് ചെയ്യാറുന്നല്ലോ. ഇവിടുത്തെ കാര്യങ്ങൾ ചേച്ചിക്ക് അറിയാവുന്നതല്ലേ? റബ്ബറിന് വിലയില്ലാത്തതാ പ്രശ്നമായത്. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് മുടക്കുണ്ടോ? എല്ലാം ഭംഗിയായി നടക്കുന്നില്ലേ? അനിലയുടെ കാര്യം വരുമ്പോ റബ്ബറിന് വിലയില്ല. നിന്റെ വീട്ടിൽ നിന്ന് സാമാന്യം നല്ല സഹായം ഉണ്ടെന്ന് എനിക്കറിയാം. അതിന്റെ പൊങ്ങച്ച നിനക്കുണ്ട്. അയ്യോ, അങ്ങനെയൊന്നുമില്ല ചേച്ചി. അങ്ങനെയൊക്കെ ഉണ്ട്. ആഴ്ചയിൽ നിന്റെ അമ്മ വീട്ടിൽ നിന്ന് പൈസയും കൊണ്ട് വരാറില്ലേ? ഇല്ല, അഥവാ കൊണ്ടുവന്നാലും ഇവിടുത്തെ അമ്മ വാങ്ങിക്കില്ല. പിന്നെ മനീഷേട്ടന്റെ ആവശ്യത്തിന് ചില തുകയൊക്കെ മുടക്കിയിട്ടുണ്ട്. എന്നിട്ട് നല്ല തുക സ്ത്രീധനം കൊടുത്തിട്ടുണ്ടെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. സത്യമായിട്ടും ഇല്ല. അല്ലെങ്കിൽ അമ്മയോട് ചേച്ചിക്ക് ചോദിക്കാലോ. അതിന്റെ ഒരു ഓഹരി എനിക്ക് തരേണ്ടി വരുമെന്ന് വെച്ച് പറയാതിരിക്കണ്ട. ഞാനിത് എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്? ബുദ്ധിമുട്ടണ്ട, ഒക്കെ ഞാൻ അറിഞ്ഞോളാം.